അല്ല, വന്നോന്ന് കളക്ടർ ഇപ്പോ 3-ാം മുറയോടെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? അടികൊള്ളാൻ പാകത്തിന് നീയൊക്കെ ഓരോന്ന് ചെയ്ത് കൂട്ടുമ്പോ കൈയും കെട്ടി നോക്കി നിൽക്കുന്നു കരുതിയോ? വേണ്ട, കൈ കെട്ടി നോക്കി നിൽക്കണ്ട. ഒരു കൈത്തോക്ക് ഒപ്പിച്ച് ആ ഉപേന്ദ്രന്റെ മുന്നിലേക്ക് അങ്ങ് ചെല്ല്. അതിനെ എന്റെ കൊച്ചിന്റെ കഴുത്തിലോട്ട് ചേർന്ന് എന്തിനാണ് ചോദിച്ചത്? മേഡം ഉപേന്ദ്രൻ കാണിക്കുന്ന നാറി കളിക്ക് ബുദ്ധിപൂർവ്വം കരികൾ നിൽക്കുന്ന ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ചുക്കാൻ പിടിക്കുന്നു മേഡത്തിന് തോന്നുന്നുണ്ടോ? കളികൾ കളിച്ചിട്ടുണ്ട് ഒരുപാട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല. അതെ, ഈ പറഞ്ഞത് സത്യ. ഉപേന്ദ്രൻ ഒരു കാട്ടാളനാ. അയാളുടെ ടാർഗറ്റ് രോഹിതാ. മറഞ്ഞിരുന്ന് കൊല്ലുന്ന അയാൾ നിശ്ചയിച്ചിട്ടുണ്ടോ, അയാളത് ചെയ്തിരിക്കും. ഉദ്ദിഷ്ട കാര്യത്തിന് ഭംഗം വന്നപ്പം ഉറ്റവനെ രണ്ടുപേരും കൂടി അങ്ങ് ഒറ്റിക്കൊടുത്തു. ഇത്രയും നാള് തലി ചുവന്നോണ്ട് നടന്നതല്ലേ? അങ്ങനെ നിനക്കൊക്കെ കൈ കഴുകി നല്ല പിള്ള ചമയാൻ പറ്റില്ലല്ലോ. ദേ, ഞാൻ അവസാനമായിട്ട് പറയാ, എന്റെ കുടുംബം എനിക്ക് വലുതാണ്. ഇനി എന്റെ കുടുംബത്തിലേക്ക് നീയൊക്കെ നിന്റെ ഈ അന്തസ്സില്ലാത്ത കളികളുമായിട്ട് വന്ന, ഇനി ഞാൻ നിന്നെയൊക്കെ പൂട്ടുന്ന പൂട്ടിന് നിന്റെയൊക്കെ ആയുസ് തീരും വരെ എന്നൊരർത്ഥം കൂടി ഉണ്ടാവും. ഓർത്തോ? അതായത് ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തന്നിരിക്കുന്നു. പിന്നെ ഉപേന്ദ്രന്റെ കാര്യം, അവനെ നിങ്ങൾ ഏത് പാതാളത്തിൽ കൊണ്ടുപോയി സപ്രമഞ്ചക്കട്ടിലൊരുക്കി സംരക്ഷിച്ചാലും അവനെ അതിൽ നിന്ന് പുറത്ത് ചാടിക്കാനുള്ള കുന്തിരിക്കവും നല്ല വറ്റൽ മുളകും ഞാൻ ഉണക്കിപ്പൊടിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് നീയൊക്കെ ഒന്ന് അറിയിച്ചേക്ക്. അവന്റെ തല പുറം ലോകം കണ്ട അവനാകത്ത. അതോടെ അവന്റെ ആയുർരേഖയ്ക്ക് കുറുകെ ഞാനൊരു വരയങ്ങ് വരയ്ക്കും. അതോടെ അവന്റെ കാര്യത്തിനൊരു തീരുമാനമാവും. അതിനായിട്ട് എന്തു വഴി ഞാൻ സ്വീകരിക്കുകയും ചെയ്യും. ഒന്ന് ഓർത്ത് വെച്ചോ, അധികാരവും ചങ്കുറപ്പുള്ള ഒരു പെണ്ണിനോട് മുട്ടാൻ വരല്ലേ. വന്നാ മുച്ചിയുടെ മുടിച്ചിട്ടേ പിന്നെ അവൾക്ക് വിശ്രമം ഉണ്ടാവും. ഇത് നിനക്കൊക്കെയുള്ള ലാസ്റ്റ് വാർണിംഗാ. ഇതും കേട്ടിട്ട് മനസ്സിലെ കൊനിഷ്ടം കൊണ്ട് വീണ്ടും ചതിയുടെ ചതുരംഗ പലകയുമായി കളിക്കളത്തിൽ കളിക്കാൻ ഇറങ്ങിയാലുണ്ടല്ലോ, ശാലിനി വിഷ്ണുവിന്റെ സർവീസ് ബുക്കിൽ ചുവന്ന മഷി കൊണ്ടുള്ള പോറൽ വീണാലും വേണ്ടില്ല, ഒരുങ്ങി ഇറങ്ങും ഞാൻ. സംരക്ഷിക്കാനുള്ള കൈക്ക് സംഹരിക്കാനുള്ള ശേഷി കൂടി ഉണ്ടെന്ന് രണ്ടുപേരും ഒന്ന് ഓർത്താ നല്ലത്. അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്.